ഹേ ഗൈസ്, ഇന്നാണ് 10ാം ക്ലാസ്സിലെ റിസൾട്ട് വരുന്നത്. അതായത് ഇപ്പം അഭിരാമി 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവളുടെ റിസൾട്ട് ഇന്നാണ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചൊരു പ്രാങ്ക് കൊടുക്കാന്ന്. അതായത് ഞാൻ ഫോട്ടോഷോപ്പിൽ നിന്ന് ഒരു ഫോട്ടോ അതായത് ക്രിയേറ്റ് ചെയ്തെടുത്തു, എഡിറ്റ് ചെയ്ത്. അപ്പോഴത്തേക്ക് അതിനകത്ത് ഭയങ്കര മാർക്ക് കുറവൊക്കെ ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പം ഇന്നാണ് 15ാം തീയതി, ഇന്ന് തന്നെയാണ് അവളുടെ റിസൾട്ടും വരുന്നത്. അപ്പം ഈ പ്രാങ്ക് കൊടുക്കാൻ അവൾ വിചാരിക്കും ഒറിജിനൽ ആയിരിക്കും എന്ന് വിചാരിക്കുമല്ലോ. അപ്പം എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറയും, കുറച്ച് അവൾക്ക് ഒരു 10 മണി, ഇപ്പോൾ അവൾ സ്വന്തം വീട്ടില, അപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവൾ ഇങ്ങോട്ട് വരും. അപ്പോഴത്തേക്ക് അവർ വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ കുറച്ച് ടി വി റൂമൊക്കെ ടി വി കണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഇരിക്കും. ഇന്നല്ലേ റിസൾട്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചതിന് ശേഷം ഞാൻ പറയും രജിസ്റ്റർ നമ്പർ ഒന്ന് തരാമെന്ന് ചോദിക്കും. എന്നിട്ട് അവളെ അതെന്ന് വെച്ചാൽ ഞാൻ അപ്പുറത്തോട്ട് പോയി കുറേ നേരം ചുമ്മാ ഇരുന്നതിന് ശേഷം ഞാൻ തിരിച്ചു വന്നിട്ട് പറയും, എടി റിസൾട്ട് വന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയും. അപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല, എങ്ങനെ വീഡിയോ എടുക്കുന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. മനസ്സിലൊരു ഐഡിയ ഉണ്ട്, അത് വെച്ച് ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത്, അത്ര എനിക്കറിയത്തുള്ളൂ. അത് റെഡിയാവത്തൊന്നും ഇല്ലെന്ന് എനിക്കറിയാൻ മേല. ഫുൾ വീഡിയോ നിങ്ങൾ കാണും. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അവൾ വരുമ്പോഴത്തേക്ക് നമ്മൾ മാർക്ക് ലിസ്റ്റ് കാണിക്കും. ആ മാർക്ക് ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് റാങ്ക് കൊടുക്കും. പിന്നെ അവൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. ടാറ്റാ. ഇപ്പം അഭിരാമി ആകുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇപ്പം അവളെ വിളിച്ചിട്ട് ഞാൻ പറയും, എടി നീ വാ, ഒരു കാര്യം പറയട്ടെ എന്നിട്ട് കുറച്ച് നേരം എന്നാന്നൊക്കെ പറഞ്ഞാൽ നിൽക്കും. എന്നിട്ട് പറയാം റിസൾട്ട് വന്നെന്ന് പറയും. അപ്പം അവളുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. അഭിരാമി, അഭിരാമിയേ, റിസൾട്ട് വരത്തില്ലേ? ടെൻഷൻ ഉണ്ടോ? ടെൻഷനില്ല? ചുറ്റിപ്പൊളിച്ച് റിസൾട്ട് വന്നു. എന്നിട്ട് പൈസ പറഞ്ഞു എന്താ ഷോക്ക് അടിച്ചത്? എന്ത് ടെൻഷനൊന്നും ഇല്ലേ? തോപ്പിച്ച് വിടത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ. പിന്നെ എന്ത് റെഡികളെ റിസൾട്ട് കിട്ടി. ചിറ്റ അയച്ചു തന്നു. ഞാൻ കാണിക്കാട്ടെ. ഞാൻ നോക്കിട്ട് വട്ടം കളിക്കണോ? ഞാൻ നോക്കിട്ട് തരാം. കിട്ടി. എത്ര കിട്ടും? എന്താണ്? 3, 2, 1. എന്താ മാർക്ക് എത്ര ഉണ്ട്? കുഴപ്പമില്ല. സി അല്ലേ? സിയും എത്രയുണ്ട്? 3. ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് അല്ലേ? ഹിന്ദിക്ക് എത്രയായിരുന്നു? A+ ആണ്. പഠിക്കണ അതുകൊണ്ടാണല്ലോ സി കിട്ടിയത്. എന്ത് പറ്റി രമണ? മാർക്ക് കുറവല്ലേ? പിന്നെ പഠിച്ചതല്ലേ ഇങ്ങനെ മാർക്ക് കിട്ടുക?
പഠിക്കണമായിരുന്നു. ഞാൻ പഠിച്ചിട്ടൊക്കെ തന്നെ പോയത്. പഠിച്ചാ പിന്നെ ഇത്ര മാർക്കൊന്നും പറയാനേട്ടാ. ഞാൻ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സി കിട്ടിയത്. ഡി കിട്ട ഡി ഉണ്ടെന്നോ? ആ ഡി ഉണ്ടായിരുന്നു ഏത് സബ്ജക്റ്റിന്? ഡി ഉണ്ട്. ഈ കിട്ടാഞ്ഞത് ഭാഗ്യം. എന്നെ നോക്കിട്ടൊരു കാര്യമുണ്ടോ? ആഹാ. പിന്നെ പഠിക്കാതെ സ്കൂളിൽ പോയിട്ട് പരീക്ഷ എഴുതിയതും പോരാ. ഞാൻ പഠിക്കാതൊന്നും അല്ല എഴുതി, ഞാൻ പഠിച്ചിട്ട് തന്നെ എഴുതിയത്. എന്തേ നീ ചിറ്റയോട് എന്നാ പറയും? മലയാളം പറയും. ഞാൻ ഇംഗ്ലീഷ് ആയിരിക്കും പറയാൻ പോന്നെന്ന്. എന്നതാ? ദേഷ്യപ്പെടണ എന്തിനാ നീ അതിന്? ഞാൻ എന്നാ പറഞ്ഞാലും തലതിരിച്ച് പറയുക. എന്ത് ചെയ്യാൻ പറ്റും എനിക്കിപ്പോ? ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യപ്പെട്ടിരിക്കത്തോള്. ഇനി വിളിക്കും. നീ ഞാൻ അഭിരാമിനെ വിളിക്കത്തില്ല. എന്ത് തോറ്റിട്ടിരിക്കണത്? തോറ്റില്ലല്ലോ ഇനി. ഇത് തോറ്റെന്നല്ലേ പറയാ. മാർക്ക് അത്ര കുറഞ്ഞെങ്കിൽ എനിക്ക് ഞാൻ പോവും. എനിക്ക് എന്റെ വർത്താനം കേട്ടിരിക്കേണ്ട ആവശ്യമില്ല. കരയുവാണോ രമണ? എന്ത് പറ്റി? തോറ്റോ? തോറ്റില്ലല്ലോ. ഹലോ രമു. ഹലോ. എടി നീ ജയിച്ചല്ലോ. ഞാൻ ചുമ്മാ ഇനി ഞാൻ എന്നെ എപ്പോഴും വിളിക്കാം ഇങ്ങനെ C+, C മാർക്കുള്ളേ, C മാർക്കുള്ളേ. ഹലോ നോക്ക് എന്റെ കയ്യിൽ. നീ കരയോ? എടി എന്തുവാ? ഇങ്ങോട്ട് നോക്ക്. എന്റെ കയ്യിൽ ഞാൻ നോക്ക്. വീഡിയോ എടുക്കുന്നേ എന്നാ കഴിഞ്ഞ് അവസാനിച്ചു. പറ. A few moments later. അപ്പോൾ അവൾ വിചാരിച്ചിരിക്കുന്നത് അവൾ എനിക്കാണ് പ്രാങ്ക് തരുന്നത്. പക്ഷെ അതങ്ങനല്ല. ഞാൻ അവൾക്കാണ് പ്രാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മുമ്പേ അവൾ എൻ്റെ ഒരു സീരീസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ തന്നപ്പം അതിനകത്ത് ഗാലറിയിൽ ഒരു വീഡിയോ അഭിരാമിനെ പ്രാങ്ക് ചെയ്യാം അങ്ങനെ പറഞ്ഞു. കൂടുതലൊരു ഫേക്ക് മാർക്ക് ലിസ്റ്റും കൂടെ. അപ്പം ഞാൻ തീരുമാനിച്ചു പ്രാങ്ക് ചെയ്യണം. നിങ്ങൾ പോയിട്ട് പ്രാങ്ക് എങ്ങനെയാണെന്ന് കാണാം. ജസ്റ്റ് ഒരാളെ ചമ്മിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. സംഭവം ല്ല ഞങ്ങളുടെ ലാസ്റ്റത്തെ സീരീസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ ഫോൺ തന്നായിരുന്നു. അപ്പം ഞാനത് ഗാലറിയിൽ ഒരു വീഡിയോ എടുക്കുന്നത്. നമുക്ക് അഭിരാമിനെ പ്രാങ്ക് ചെയ്യാം. കൂടുതലൊരു സ്ക്രീൻഷോട്ടും കൂടെ ഫേക്ക് മാർക്ക് ലിസ്റ്റിൻ്റെ. അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് തിരിച്ചൊരു പ്രാങ്ക് കൊടുക്കാമെന്ന്. അങ്ങനെ സംഭവിച്ചതാണ് ഈ സംഭവം. അത് ഞാൻ പെട്ടെന്ന് തന്നെ വിചാരിച്ചില്ല ഇവിടെ അങ്ങനെ നോക്കൂന്നൊക്കെ. ഞാനാണെങ്കിൽ അത് ഓർത്തേയില്ല. ഞാൻ കൊടുക്കണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ആലോചിച്ചു. ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ഒരു സീരീസിന്റെ വീഡിയോ. അപ്പം കുറച്ചൊക്കെ അവിടെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും? ശരി, ഇപ്പൊ നിങ്ങൾ പറ ഗൈസ്, ഇതിൽ ആരാണ് ചമ്മിയത്?
ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊന്നും അല്ല. നല്ല പിന്നെ എങ്ങനെയാണ് അടിപൊളിയായിട്ട് താങ്കൾ prank വിചാരിച്ചത്? ചെയ്യാണ്. ഞാൻ ഓർത്തു നീ ഇവളൊക്കെ ഞാൻ ഇവള് കരയുന്നൊന്നുമില്ല, ടെൻഷൻ അല്ല, ചിരിക്കുന്നുമുണ്ട് ഇടയ്ക്കൊക്കെ. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ചിരിക്കുമായിരുന്നു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ചമ്മിപ്പോയില്ലേ? അപ്പൊ ഗായ്സ് വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു. ഞാൻ ചമ്മി, അല്ലാതെ പ്രാങ്ക് മൊത്തത്തിൽ പൊളിഞ്ഞു. ഇനി ഒരു ഞാൻ പ്രാങ്ക് ആയിട്ട് ഞാൻ വരും, അത് ഇവള് കരയിപ്പിക്കില്ല. ഇന്ന് വീഡിയോ ഇഷ്ടമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ടിങ്ങെന്നടിക്കുക. നിങ്ങളിപ്പോ പോലെയാൻ പറ്റേ ഇതിനുള്ള റിവഞ്ച് തന്നിരിക്കും ഓൺ ദ വേ. മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ, ചവിട്ടി താഴ്ത്തുന്നതിന് പാതാളത്തിലേക്ക്.